അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. വഖാല സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നഹല വാലിദുൻ വലദഹു നിഹ്ലതൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ യുഫീദുഹു ഇയ്യാഹ്. പ്രിയങ്കരരായ രക്ഷിതാക്കൾ, അധ്യാപക സഹോദരങ്ങൾ, മറ്റ് സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും ഇരുലോക വിജയം പ്രാപ്തമാകുന്ന സദ്വൃത്തരിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രക്ഷാകർതൃത്വം അത് വളരെ വലിയ ഒരു ബാധ്യതയാണ്. പഠിച്ചും അറിഞ്ഞും നിരന്തരം അന്വേഷിച്ച് വികസിപ്പിച്ചും നിർവഹിക്കേണ്ടുന്ന വളരെ വലിയ ഒരു ബാധ്യതയാണത്. നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ സൗഭാഗ്യങ്ങളാവണം. നമ്മുടെ മക്കൾ നമുക്ക് ഇരു ലോകത്തും ഉപകരിക്കണം. മാതാപിതാക്കളെപ്പറ്റി മക്കൾക്ക് പരാതികളുണ്ടാവരുത്. അതിന് ഇന്നത്തെ തലമുറ ഈ ദൗത്യ നിർവഹണത്തിന് ഏറ്റവും മികച്ച രൂപത്തിലുള്ള ബാധ്യതാ നിർവഹണത്തിന് പറ്റിയ രക്ഷാകർത്താക്കളാണ്. കാരണം ഈ തലമുറയിലെ രക്ഷാകർത്താക്കൾ വിദ്യാസമ്പന്നരാണ്. ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും പുത്തൻ സങ്കേതങ്ങളോടും താതാത്മ്യം പ്രാപിക്കാൻ ശേഷിയുള്ളവരാണ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ചവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഇന്ന് നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, വിവരസാങ്കേതിക പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വികസിച്ചിട്ടുണ്ട്. ആ വികസനം നമുക്കിന്ന് നമ്മുടെ വിജ്ഞാന മേഖല വികസിപ്പിക്കാൻ മതിയായ സൗകര്യം ഉള്ളതുമാണ്. കുറച്ചു മുമ്പത്തെ ഒരു തലമുറയെപ്പറ്റി നാം ചിന്തിക്കുക. അവർ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ ഉപദേശങ്ങൾ കേൾക്കും. വഅളായി കേൾക്കുന്ന സമയത്ത് മാത്രം എത്ര കാര്യങ്ങളാണോ അവർക്ക് മനസ്സിലാക്കാനാകുന്നത് അതുമാത്രമേ അവർക്ക് ലഭ്യമായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ ഉപദേശങ്ങൾ ഈ തലമുറക്ക് ഇഷ്ടം പോലെ, സമയം പോലെ, സന്ദർഭം പോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും വികസിപ്പിക്കാനും പറ്റിയ ഒരു കാലമാണിത്. വിവരസാങ്കേതിക വിദ്യയെ നമുക്കനുകൂലമായി നാം ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് ഇന്നത്തെ തലമുറക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ രക്ഷാകർതൃത്വത്തിൻ്റെ, പാരൻറ്റിങ്ങിൻ്റെ ബാധ്യത
കൂടുതലായി നിർവഹിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. എന്താണ് രക്ഷാകർതൃത്വം? ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച മഹാനായ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞൊരാശയമുണ്ട്. അത് ഞാൻ ഹ്രസ്വമായി നിങ്ങളെ കേൾപ്പിക്കാം. മാ നഹല വാലിദുൻ വലദഹു നിഹ്ലതൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ യുഫീദുഹു ഇയ്യ. ഒരു രക്ഷിതാവിന്, ഒരു മാതാവിന്, പിതാവിന് അവരുടെ സന്താനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സംഭാവന, ഏറ്റവും നല്ല സമ്മാനം, അത് മികച്ച അദബാണ്. ആ അദബ് തന്നെയും അവന് ഉപകരിക്കും വിധം അവന് നൽകലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു പിതാവിന്, ഒരു മാതാവിന്, ഒരു രക്ഷാകർത്താവിന് തങ്ങളുടെ കീഴിലുള്ള മക്കൾക്കും അനിയന്മാർക്കും മറ്റുള്ളവർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച നിഹ്ലത്ത്, ഏറ്റവും മികച്ച സമ്മാനം, ഏറ്റവും മികച്ച സംഭാവന, അത് അദബുൻ ഹസനാണ്. നല്ല അച്ചടക്കമാണ് അവരെ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുറുസ്സബിയ്യ ഇദാ ബലഗ സബ്അ സിനീൻ. 7 വയസ്സായാൽ സന്താനങ്ങളോട് നിസ്കാരത്തിന് വേണ്ടിയുള്ള കൽപ്പന നാം നടത്തണം. ഇത് പാരന്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. എന്താണ് ഒരു രക്ഷാകർത്താവിൻ്റെ ബാധ്യത? അറിഞ്ഞുകൊണ്ടാണ് ബാധ്യത നിർവഹിക്കേണ്ടത്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ബാധ്യത നിർവഹിക്കുമ്പം നമ്മുടെ മക്കളിൽ അത് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യും. ഒരാശയം മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നാം സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ പലതായിരിക്കണം. ആ തന്ത്രത്തിൻ്റെ അടിസ്ഥാനം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അവരെ ഉത്സുകരാക്കുന്നതും ആയിരിക്കണം. അതിൻ്റെ അർത്ഥം അവരെ അവഗണിക്കാൻ പാടില്ല, അവരെ അവഹേളിക്കാൻ പാടില്ല, കുട്ടികളെ ഭത്സിക്കാനോ ശാപപ്രാർത്ഥന നടത്താനോ മർദ്ദിക്കാനോ പാടില്ല. അവർക്ക് അദബാണ് നൽകേണ്ടത്. ആ നൽകുന്ന അദബ് അവരിലേക്ക് നാം പകർന്നു കൊടുക്കുമ്പോൾ അതിന് ആവശ്യമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഇനിയും ഇതുപോലത്തെ പാരൻറ്റിംഗ് ക്ലാസ്സുകൾ ഈ അധ്യയന വർഷവും ഉണ്ടാകുമെന്നുള്ള സന്തോഷ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. ആദ്യമായി കുട്ടികൾക്ക് കൊടുക്കേണ്ടത് മോറലായ അച്ചടക്കവും അധ്യാപനവുമാണ്. അതെങ്ങനെ, എത്രത്തോളം ഉണ്ടെന്ന് ഒരു സ്വാഗത പ്രസംഗത്തിൻ്റെ ഭാഗമായി പറഞ്ഞാൽ തീരില്ലല്ലോ. അതുകൊണ്ട് ആദ്യം കുട്ടികളുടെ മനഃശാസ്ത്രം അറിയണം, കുട്ടികളുടെ അഭിരുചികൾ അറിയണം, കുട്ടികളുടെ പെരുമാറ്റ രീതികൾ അറിയണം. അവർ കുട്ടികളാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ശിക്ഷണം നൽകണം. നമ്മുടെ ശിക്ഷണങ്ങൾ പലപ്പോഴും ശിക്ഷകളിൽ ഒതുങ്ങാറുണ്ട്. ഇങ്ങനെ ശിക്ഷകളിൽ ഒതുങ്ങേണ്ടതല്ല ശിക്ഷണം. സന്ദർഭത്തിനനുസരിച്ച് കുട്ടികളെ അവരറിയാതെ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പം നാം നല്ല ഉമ്മമാരും നല്ല ഉപ്പമാരും നല്ല രക്ഷാകർത്താക്കളും ആയി മാറേണ്ടതുണ്ട്. അതിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പല ക്ലാസ്സുകളിലും പറഞ്ഞതുപോലെ ഇവിടെയും
ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങൾ കേട്ട, നാം കേട്ട, അല്ലെങ്കിൽ ലോകം വളരെ വിസ്മയത്തോടും ആദരവോടും കൂടി നോക്കിക്കാണുന്ന ഒരു ശാസ്ത്ര പ്രതിഭയായിരുന്നു, അല്ലെങ്കിൽ പ്രതിഭയാണ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും എന്തുമാത്രമുണ്ടെന്ന് ഇപ്പം പറയാൻ തിരിഞ്ഞാൽ അതിന് തന്നെ ഒത്തിരി സമയമുണ്ട്. ഈ എഡിസനെ രൂപപ്പെടുത്തിയതാരാ? തോമസ് ആൽവ എഡിസൺ എന്ന പുകഴ്പെറ്റ ശാസ്ത്ര പ്രതിഭയെ ലോകത്തിന് സമ്മാനിച്ച യൂണിവേഴ്സിറ്റി ഏതാ? ആ യൂണിവേഴ്സിറ്റി എഡിസന്റെ അമ്മയാണ്. ഒന്നുകൂടി നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി ഞാൻ പറയാം. തോമസ് ആൽവ എഡിസൺ കൊച്ചുകുട്ടിയായിരുന്നപ്പം സ്കൂളിൽ ചേർത്തു. സ്കൂളിലെ പരമ്പരാഗതമായ പഠന രീതികളിൽ മാത്രം ഒതുങ്ങാതെ സംശയ നിവാരണത്തിൻ്റെ ചോദ്യങ്ങളുമായും അറിയാനുള്ള ജിജ്ഞാസയുടെയും ത്വരയുടെയും ഫലമായും അധ്യാപകരോടും അധ്യാപികമാരോടും നിരന്തരം ചോദ്യങ്ങൾ ഈ കുട്ടി ചോദിച്ചുകൊണ്ടിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ കുട്ടി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശല്യമാണെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തോമസ് ആൽവ എഡിസന്റെ അധ്യാപിക ഒരു എഴുത്തു കൊടുത്തു ഈ കുട്ടിയുടെ കയ്യിൽ. എഴുത്തു കൊടുത്തിട്ട് ടീച്ചർ ഈ കുട്ടിയോട് പറഞ്ഞു, എഡിസനോട് പറഞ്ഞു, ഇത് നിന്റെ അമ്മക്ക് കൊടുക്കണം. കുട്ടി അധ്യാപിക തന്ന കത്തല്ലേ എന്ന സന്തോഷത്തോടു കൂടി വീട്ടിലെത്തി അമ്മയെ ഏൽപ്പിച്ചു. കത്ത് വായിച്ച് അമ്മ അല്പം പരിഭ്രമപ്പെട്ടും അത്ഭുതപ്പെട്ടും നിൽക്കുന്നത് കണ്ടപ്പം എന്താ അമ്മേ എന്ന ചോദ്യത്തിന് ആ അമ്മ നൽകിയൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയായിരുന്നു: മോനിനി സ്കൂളിൽ പോകുന്നതിന് പകരം വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി, മകനെ അമ്മ പഠിപ്പിക്കാം. ചെറിയ വരുമാനം മാത്രമുണ്ടായിരുന്ന ആ അമ്മ ഈ കൊച്ചുകുട്ടിയെ പഠിപ്പിക്കാൻ ആവശ്യമായ പാഠപുസ്തകങ്ങൾ വാങ്ങുകയും സംഘടിപ്പിക്കുകയും ചെയ്ത് ജിജ്ഞാസുവായ അന്വേഷണ ത്വരയുള്ള എഡിസന്റെ മുമ്പിൽ ആവശ്യമായതൊക്കെ ഒരുക്കിക്കൊടുത്തു. അങ്ങനെ ലോകമറിയപ്പെട്ട ശാസ്ത്ര പ്രതിഭയായി എഡിസൺ വളർന്നു. അമ്മ മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്ക് തോമസ് ആൽവ എഡിസൺ ലോകമംഗീകരിച്ച ശാസ്ത്ര പ്രതിഭയായി മാറിയിട്ടുണ്ട്. അമ്മ മരിച്ചു കുറച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ഡയറികളും മറ്റും ഈ മകൻ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഒരു ഡയറിക്കുറിപ്പ് ഡയറിയിൽ നിന്ന് 4 ഭാഗമായി ഇങ്ങനെ മടക്കിയ ഒരു കത്ത് എഡിസന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെവിടെയോ ഞാൻ കണ്ടു പരിചയമുള്ള ഒരു മടക്കാണല്ലോ, കത്താണല്ലോ, കടലാസ് തുണ്ടമാണല്ലോ എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അദ്ദേഹം വേഗം ഈ കത്തെടുത്ത് തുറന്നു പിടിച്ചിട്ട് അദ്ദേഹം കത്ത് വായിച്ച അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീര് അതിനിടയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഇന്ന് ലോകമംഗീകരിക്കുന്ന ശാസ്ത്ര പ്രതിഭയായ തോമസ് ആൽവ എഡിസനാക്കിയതും സൃഷ്ടിച്ചതും പ്രിയങ്കരിയായ അമ്മയാണ് എന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. അത് നടത്താനുണ്ടായ കാരണം അയാൾക്ക് പണ്ടെന്നോ കണ്ട് പരിചിതമായ ഈ കത്തിനകത്ത് ഇത് അമ്മ ഡയറിയിൽ മടക്കി സൂക്ഷിച്ചത്
കണ്ണിൽപ്പെട്ടപ്പം എടുത്ത് വായിച്ചു. അതിനകത്തുള്ള വിവരം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്: നിങ്ങളുടെ മകനെ ഇന്നു മുതൽ സ്കൂളിലേക്ക് അയക്കേണ്ടതില്ല. അവൻ ശല്യക്കാരനും മനോനില തെറ്റിയ ആളുമാണ്. അതുകൊണ്ട് ഇനി സ്കൂളിലേക്ക് വിടണ്ട. ഇതായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രസ്താവന നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഞാനും നിങ്ങളും അടങ്ങുന്ന രക്ഷാകർതൃ സമൂഹം എഡിസന്റെ അമ്മമാരും ഉപ്പമാരും ഉമ്മമാരും രക്ഷാകർത്താക്കളുമാകണം. ഇനി എഡിസന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അല്ല നിങ്ങളായിരുന്നെങ്കിൽ, നമ്മൾ എന്തു ചെയ്യുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. മകനെ വഴക്ക് പറയും. നീ എൻ്റെ മാനം കെടുത്തി, സ്കൂളിൽ പോയി ശല്യം ചെയ്തു, വികൃതി കളിച്ചു, വട്ടുകളി കളിച്ചു, ഇനി എനിക്ക് ഇവിടുന്ന് ഭക്ഷണമില്ല, നീ ഇവിടുന്ന് പുറത്തു പോയിക്കൊള്ളണം, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറേ പിറുപിറുക്കുകയും ഒരുപാട് ഈ കുട്ടിയെ പറയുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് അധിക രക്ഷിതാക്കളും പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത്. ഇന്നങ്ങനെ ഉണ്ട് എന്നോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ല, ഉണ്ടാകാൻ പാടില്ല എന്ന് ആവർത്തിക്കുക കൂടി ചെയ്യുന്നു. ഇനി നീ സ്കൂളിൽ പോണ്ട, നീ ഇനി പഠനം തുടരണ്ട, നീ വല്ല ജോലിക്കും പോയിക്കോ എന്ന് തീരുമാനമെടുത്തിട്ട് അമ്മ എഡിസനെ അവഗണിച്ചിരുന്നെങ്കിൽ, രക്ഷാകർതൃത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ, ഈ കത്തിലെ ഉള്ളടക്കം എന്നതാണെന്ന് പറഞ്ഞ് ആ മകൻ്റെ മനോവീര്യത്തെ തകർത്തിയിരുന്നെങ്കിൽ, ഈ കാണുന്ന ആലക്തിക ദീപങ്ങളുടെ പിതാവ് കൂടിയായ തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്ര പ്രതിഭ ജനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും എഡിസന്റെ അമ്മമാരാകുക. അതിന് കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കാതിരിക്കുക, കുട്ടികളുടെ ചോദ്യങ്ങളെ അവഗണിക്കാതിരിക്കുക. കുട്ടികളൊരു ശല്യക്കാരനാണ്, വികൃതിയാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി കുട്ടികളെ മാനസികമായി തകർക്കാതിരിക്കുക. ഇപ്പോൾ പല അനുഭവങ്ങളും നമ്മൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളെ കുഞ്ഞുങ്ങളെയും കൂട്ടി ഉസ്താദുമാരുടെ മുമ്പിലെത്തും. ചിലപ്പോൾ ഉസ്താദുമാർ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ ആകും, അല്ലെങ്കിൽ തഞ്ചമോ സൗകര്യമോ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാകും. ചില രക്ഷിതാക്കളെങ്കിലും പറയും, എൻ്റെ മോന് വേണ്ടി ദുആ ചെയ്യണം, അതിലൊരു കുഴപ്പമില്ല, അവിടെ നിർത്തിയാൽ മതി. പക്ഷെ ചിലരുടെ വിശദീകരണം ഈ കുട്ടിയെ തകർക്കുന്നതാകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ പറയും, എൻ്റെ മകൻ വളരെ മോശമാണ്, മണ്ടനാണ്, പറഞ്ഞാൽ അനുസരിക്കാത്തവനാണ്, ഒറ്റ വക്തം നിസ്കരിക്കാത്തവനാണ് എന്നിത്യാദി രൂപത്തിൽ ഒരു വല്ലാത്ത മോശം പയ്യനാണ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ പറയുക. അതിൻ്റെ ആവശ്യമില്ല. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദുമാരുടെ മുമ്പിലെത്തുമ്പം ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി, നമ്മുടെ കണ്ണിന് ആനന്ദം തരുന്ന, നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന സന്താനങ്ങളായി നമ്മുടെ മക്കൾ മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അഭിലാഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉസ്താദുമാരുടെ മുമ്പിൽ ദുആഇന് വേണ്ടിയും ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടിയും പോകുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലായിടത്തും ശ്രദ്ധിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അമിതമായ ലാളന നൽകിയിട്ട് മക്കളെ വഴിതെറ്റിക്കാനും പാടില്ല. അവഗണിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ അതിരുവിട്ട ലാളന നൽകണമെന്നല്ല അതിൻ്റെ അർത്ഥം. അവഗണിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് പ്രോത്സാഹനം നൽകണമെന്നതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്, മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ മകൻ്റെ മിടുക്കും മികവും പ്രകടിപ്പിച്ച് മറ്റുള്ള കുട്ടികളെ അവഗണിക്കാതിരിക്കുകയും വേണം. രക്ഷാകർതൃത്വം എന്നത്
സാമൂഹികമായ ബാധ്യതയാകുമ്പം തൻ്റെ മകൻ്റെ സുരക്ഷിതത്വം എന്നതിൽ നിന്ന് മാറിയിട്ട് സാമൂഹികമായ സുരക്ഷിതത്വത്തിൻ്റെയും സർവാംഗീകൃതമായ തത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേണം രക്ഷാകർതൃത്വം നോക്കിക്കാണാനും രക്ഷാകർതൃത്വം പ്രയോഗവൽക്കരിക്കാനും. അതുകൊണ്ട് എല്ലാ നിലക്കുള്ള നല്ല രക്ഷാകർത്താക്കളാകണം. അതിനാവശ്യമുള്ള സംഭവങ്ങൾ, അന്വേഷണങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. ഇതിനു വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് രക്ഷിതാക്കൾക്ക് രക്ഷാകർതൃത്വം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയേണ്ടത് വലിയ ഒരു നല്ല കൃതി ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കൈകളിലെത്തും. അത് നിങ്ങൾ വില കൊടുത്തു വാങ്ങണം. എന്നിട്ട് ഷോക്കേസിൽ വെച്ച് ദുരഭിമാനം കൊള്ളുന്നതിന് പകരം ഈ പുസ്തകം തീർത്തും മനസ്സിരുത്തി വായിച്ചിട്ട് നമ്മുടെ മക്കളെ രൂപപ്പെടുത്തണം, അവരെ പരുവപ്പെടുത്തണം, അവർക്ക് അദബുൻ ഹസനുൻ നൽകണം. അങ്ങനെ പാരൻറ്റിങ്ങിനെ പറ്റി അന്വേഷിക്കണം, കണ്ടെത്തണം. അതിൻ്റെ ഒക്കെ കൂടെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ മദ്രസകളിലേക്ക് അയക്കുന്നതിന് പകരം വീടകങ്ങളിൽ വെച്ച് അമ്മയോ ഉപ്പയോ ഉമ്മയോ ജ്യേഷ്ഠനോ അനിയത്തിയോ ഒക്കെയായുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എല്ലാവരും മുഅല്ലിംകളായി, അധ്യാപകരായി മാറുകയും ചെയ്യണം. അങ്ങനെ മാറുമ്പം നമ്മുടെ കുട്ടികളിൽ നല്ല മികവുണ്ടാകും. പഠനത്തിന് സഹായകമായ നിലപാട് നാം സ്വീകരിക്കുമ്പം പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായത് നാം നേടുകയും വേണം. അങ്ങനെ നേടിയിട്ട് നമ്മുടെ കുട്ടികളുടെ ഭാവി മികച്ചതാക്കണം. ആ മികച്ച ഭാവി എന്നതുകൊണ്ട് ദുന്യാവിലെ മികച്ച ഭാവിയിൽ പരിമിതപ്പെടുകയില്ല, ആഖിറത്തിലെ ഏറ്റവും മികച്ച സൗഭാഗ്യവും കൂടി ലഭ്യമാകണം. അങ്ങനെ ലഭ്യമാകാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ മക്കൾ വഴി പിഴച്ചുപോയതിൻ്റെ ഉത്തരവാദിത്വം ആഖിറത്തിൽ മക്കൾ നമുക്കെതിരെ സാക്ഷി നിന്ന് നമ്മുടെ മേൽ തന്നെ കുറ്റം ചുമത്തി റബ്ബിൻ്റെ മുമ്പിൽ വാദമുഖങ്ങൾ നിരത്തി നമ്മെ അപകടപ്പെടുത്തും. പടച്ച റബ്ബ് കാക്കുമാറാകട്ടെ. അതുദ്ദേശിച്ചുകൊണ്ടാണ് കൃത്യവും വൃത്തിയുമുള്ള പാരൻറ്റിങ്ങിനെ പറ്റി സുന്നി വിദ്യാഭ്യാസ ബോർഡ് നേരത്തെ തന്നെ ആലോചിച്ചതും ആ ആലോചനയുടെ ഫലമായി കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ക്ലാസുകൾ പല രൂപത്തിൽ നൽകിയതും ഈ ടേമിലും ഓൺലൈനായി മദ്രസ മീഡിയയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയങ്ങൾ എല്ലാം എത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ അധ്യാപികയാണ്, അധ്യാപകനാണ്. നിങ്ങൾ വീട്ടിൽ മുഅല്ലിമാണ്, മുഅല്ലിമത്താണ്. ഈ ഒരു രൂപത്തിൽ പെരുമാറുന്നതോടൊപ്പം നമ്മുടെ മദ്രസകളിലെ ഉസ്താദുമാരുമായി വിദ്യാർത്ഥികളുടെ പഠനപരമായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും വേണം. കൂട്ടത്തിൽ ഭൗതിക സാഹചര്യം മക്കൾക്ക് പഠിക്കാൻ അനുകൂലമാം വിധം വീട്ടിൽ ക്രമീകരിച്ചു കൊടുക്കണം. അതിന് വലിയ സ്റ്റുഡിയോ വീടുകളിൽ സ്ഥാപിക്കുക എന്നൊന്നുമല്ല പറഞ്ഞതിനർത്ഥം. ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കണം, സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കണം. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനും അന്വേഷിക്കുന്ന കുട്ടികൾക്ക് അന്വേഷിക്കാനും പാകത്തിലുള്ള ഒരു അനുകൂല സാഹചര്യം നമ്മുടെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് നമ്മുടെ പിഞ്ചോമനകൾക്ക് ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുക്കലും പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മുടെ മദ്രസാ പ്രസ്ഥാനം നടന്നു വരുന്നത് സർക്കാരിൻ്റെ സഹായം കൊണ്ടല്ല. ഇന്ന് കേരളത്തിൽ ചില കോണുകളിൽ നിന്ന് ആരോപിക്കപ്പെട്ട ഒരു വലിയ തെറ്റുണ്ട്. അതായത് മദ്രസാധ്യാപകർക്ക് മുഅല്ലിംകൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നു എന്ന്.
അങ്ങനെ ഒന്നില്ലെന്നുള്ള സത്യം ഗ്രാമവാസികളും അതത് മദ്രസകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രക്ഷാകർത്താക്കളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ഒക്കെയായ നമുക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇവിടെ നാം കാണേണ്ടത് ഈ മദ്രസ സംവിധാനം ഭംഗിയായി നടന്നു പോകുന്നത് മുഴുവൻ നമ്മുടെ തന്നെ സഹായം കൊണ്ടാണ്, നമ്മുടെ സംഭാവനകൾ കൊണ്ടാണ്. ചിലയിടങ്ങളിൽ മാത്രം പൂർവീകർ വഖഫ് ചെയ്തതും സ്വതക്ക ചെയ്തതുമായ സംരംഭങ്ങളിൽ നിന്ന് നേരിയ വരുമാനം കിട്ടുമ്പം 90% മദ്രസകളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും ആ മദ്രസയുടെ പ്രാസ്ഥാനിക പരിസരങ്ങളിൽ ഉൾക്കൊള്ളുന്ന നല്ല മനുഷ്യരിൽ നിന്നും സംഭാവനകൾ സ്വരൂപിച്ചാണ് ഈ സംരംഭങ്ങളെല്ലാം നടന്നു വരുന്നത്. അപ്പോൾ സാമ്പത്തികമായ ഭാരം, ബാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ നിന്നുപോയാൽ നമ്മുടെ മക്കളുടെ ധാർമ്മികവും മതപരവുമായ ഭാവി വളരെ വലിയ അപകടത്തിൽ ആകും എന്നതുകൊണ്ട് കൊറോണ കാലമായതുകൊണ്ട് വരിസംഖ്യയുടെ അപ്പുറത്ത് സംഭാവനകൾ കൂടി നൽകിയിട്ട് ഈ സംരംഭങ്ങളെ എല്ലാവരും സംരക്ഷിക്കണമെന്നും നമ്മുടെ ഉസ്താദുമാർക്ക് മതിയായ സൗകര്യങ്ങളും വേതന സേവന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും ഈ സമയത്ത് എല്ലാ രക്ഷിതാക്കളോടും ഒറ്റവാക്കിൽ വിനയ പുരസ്സരം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ സ്വാഗത ബാധ്യതയെ നിർവഹണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അധികമൊന്നും ഇപ്പോൾ പറയാനില്ല. പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നാം നല്ല രക്ഷിതാക്കളായാൽ, നാം നല്ല പിതാക്കളായാൽ, നാം നല്ല മാതാക്കളായാൽ നമ്മുടെ മക്കളും നല്ലവരായിത്തീരും. അവർ നമ്മെ കണ്ടാ പഠിക്കുന്നത്. അപ്പം തത്വം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നതിൻ്റെ കൂടെ മദ്രസകളിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന് അധ്യാപകർ പഠിപ്പിക്കുന്ന തത്വത്തിൻ്റെ ജീവിത പ്രയോഗവൽക്കരണം വീടകങ്ങളിലും വീടു പരിസരങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമായതുകൊണ്ട് രക്ഷാകർത്താക്കളായ നമ്മൾ, മാതാപിതാക്കളായ നമ്മൾ കുട്ടികൾക്ക് മാതൃകയാക്കാൻ പാകത്തിലുള്ള ജീവിതചര്യകളും പെരുമാറ്റശീലങ്ങളും സൗഹൃദ ഭാവങ്ങളും നവമാധ്യമങ്ങളുടെ ഉപയോഗപ്പെടുത്തലുകളും നടത്തണമെന്ന് മാത്രം ഈ സമയത്ത് പൊതുവിൽ ഉണർത്തിക്കൊണ്ട് നമ്മെ അല്ലാഹു സദ്വൃത്ത സന്താന സൗഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമുക്ക് അല്ലാഹു എല്ലാ നിലക്കുള്ള ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ. സന്താനങ്ങളിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ, ജീവിത സന്ധാരണ വഴിയിൽ എല്ലായിടത്തും പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിച്ച, അതായത് ദീൻ പഠിച്ച, അത് പഠിപ്പിക്കുന്ന ആളാണ് നിങ്ങളിലെ ഏറ്റവും ഉത്തമരെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അരുൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ആ ഗണത്തിൽ റബ്ബ് നമ്മെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.